ഹലോ, അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് സോയ ചങ്ക്സ് വെച്ചിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ്. നമ്മളെ ബീഫ് കറിയുടെ ഒക്കെ അതേ ടേസ്റ്റിൽ സോയ ചങ്ക്സ് വെച്ചിട്ട് എങ്ങനെയാണ് കറി റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ 250 ഗ്രാം സോയ ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ സോയ ചങ്ക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ആദ്യം തന്നെ ഞാൻ പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിലേക്ക് നന്നായി തിളച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 5 തൊട്ട് 10 മിനിറ്റ് വരെ നമുക്ക് വെള്ളത്തിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മൾ സോയ ഇവിടെ കറക്റ്റായിട്ട് തന്നെ സോക്കായി വരും. ഇനി ഒരു കുക്കർ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 10 ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടിയാണ്. അതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇപ്പോൾ ഇതാ തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും, പിന്നെ 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ സോയ ചങ്ക്സ് ഞാനിവിടെ ഒരു 10 മിനിറ്റിന് ശേഷം അരിപ്പയിലേക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സോയ ചങ്ക്സ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. സോയ ചങ്ക്സിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികം വെള്ളം വേവിക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു മസാലയിൽ നന്നായിട്ട് സോയ ചങ്ക്സ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതാ ഇതിൻ്റെ വിസിലെല്ലാം പോയിട്ട് എല്ലാ പ്രഷറും പോയ ശേഷം ഞാൻ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗ്രേവി കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ചെറുതായി ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ കറി അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ബീഫ് കറിയുടെ അതേ രുചിയിൽ തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൊരു സിമ്പിൾ കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ സോയ ചങ്ക്സ് വെച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്